തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ സംസ്ഥാനത്ത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ഈ ഭീകര ശക്തികളുമായുള്ള കേരളത്തിലെ രണ്ട് മുന്നണികളുടെയും ബാന്ധവം. അത് പഞ്ചായത്ത് ഉൾപ്പെടുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാകട്ടെ, നിയമസഭാ തെരഞ്ഞെടുപ്പാകട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പാകട്ടെ, ഇതിനിടയിൽ സംഭവിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളാകട്ടെ, അവിടെയെല്ലാം കേരളത്തിൽ വളരെ സ്വാധീനമുള്ള ഇസ്ലാമിക് ഗ്രൂപ്പുകളുമായി ഈ രണ്ട് മുന്നണികളും ബാന്ധവം, സഖ്യം, ധാരണ ഇതെല്ലാം രൂപപ്പെടുത്താറുണ്ട്. ഇപ്പോൾ SDPI നമുക്കറിയാം, ഇസ്ലാമിക ഭീകര സംഘടനയാണ്. നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമാണ് SDPI. ആ SDPI ഈ ഘട്ടത്തിൽ പറയുന്നത്, ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമ്മൾ മറ്റൊരു നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോകുന്ന ഈ ഘട്ടത്തിൽ SDPI പറയുന്നു, ഞങ്ങൾ ഇതുവരെ CPM നൽകിയ പിന്തുണ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കും എന്ന് SDPI ഇന്നലെ കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ ഭീകര സംഘടനയുടെ സംസ്ഥാന നേതാക്കൾ പറയുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ 5 വർഷക്കാലം പത്തനംതിട്ട ജില്ലയിലെ കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്ത് LDF ഭരിച്ചത്, CPM ഭരിച്ചത് തങ്ങളുടെ പിന്തുണയിലൂടെയാണ് എന്ന് SDPI ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. CPM-നെ ഈ വളരെ ഗൗരവമുള്ള വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ അനഘ ഹർഷനാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. അനഘ, ഈ കോട്ടാങ്ങൽ മാതൃക എന്നാണല്ലോ SDPI പറയുന്നത്. കോട്ടാങ്ങൽ മാതൃക എന്ന് പറയുമ്പോൾ അത് SDPI-യുടെ പിന്തുണയിൽ 5 വർഷം LDF ഭരിച്ച ഒരു സ്ഥലം എന്ന നിലയിലാണ് പറയുന്നത്. മാത്രമല്ല, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുന്ന ഘട്ടത്തിൽ ഈ പിന്തുണ നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPM-നും ഇടതുപക്ഷത്തിനും നൽകാൻ തങ്ങൾ തയ്യാറാണെന്ന് കൂടി SDPI പറയുന്നു. അങ്ങനെ ഒരു പിന്തുണ വേണ്ടെന്ന് CPM പറയുന്നുമില്ല. പറയൂ അനഘ. ഗൗതം, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും കൃത്യമായി തന്നെ SDPI-യുടെ പിന്തുണ അത് CPM-ന് ലഭിച്ചിട്ടുണ്ട്. SDPM നേതൃത്വം അത് പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് കോട്ടാങ്ങൽ മാതൃക, CPM-യുമായുള്ള ആ കോട്ടാങ്ങലിലെ കൂട്ടുകെട്ട് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് തുടരും എന്നുള്ളൊരു സൂചനയാണ് SDPI നേതൃത്വം നൽകിയിരിക്കുന്നത്. SDPI സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ് ഈ കാര്യം വ്യക്തമാക്കുന്നത്. അതായത് BJP ഒഴികെയുള്ള ഇടത് വലത് സഖ്യത്തോടൊപ്പം തങ്ങൾ ഉണ്ടാകും എന്നൊരു സൂചന കൂടി SDPI പറയുന്നുണ്ട്. മറ്റൊന്ന്, തങ്ങൾ മത്സരിക്കാത്ത ഇടങ്ങളിലായിരിക്കും ഈ കൂട്ടുകെട്ട് ഉണ്ടാകുക എന്നുള്ള കാര്യം കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിലെ പലയിടങ്ങളിലും CPM-യുമായിട്ടാണ് SDPI കൂട്ടുകെട്ട് ഉണ്ടാകുന്നത്. ഈ വടകരയിൽ തന്നെ ഒരു പഞ്ചായത്തിൽ ഈ SDPI സ്ഥാനാർത്ഥിക്ക്, CPM സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് വെറും 7 വോട്ടാണെങ്കിൽ SDPI സ്ഥാനാർത്ഥിയാണ് അവിടെ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതായത് പരസ്പരം വോട്ട് മറിച്ചു നൽകുന്ന, CPM SDPM തമ്മിൽ ഒരു ധാരണയുണ്ടാക്കി പരസ്പരം വോട്ട് മറിച്ചു നൽകുന്ന സാഹചര്യം കോഴിക്കോട് ജില്ലയിൽ തന്നെ പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്ന ഈ കൂട്ടുകെട്ട് ഇനി വരാനിരിക്കുന്ന നിയമസഭയിലും അത് തുടരും എന്ന് പരസ്യമായി വ്യക്തമാക്കുക തന്നെയാണ് SDPI നേതൃത്വം ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പറയുന്നത് SDPI പോലുള്ള തീവ്ര ആശയങ്ങളുള്ള ആ അജണ്ടയുമായി മുന്നോട്ട് പോകുന്ന സംഘടനകളുമായി യാതൊരുവിധ ബന്ധവും യാതൊരുവിധ സഖ്യവും തങ്ങൾക്കുണ്ടാവില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പറയുമ്പോൾ പോലും കൃത്യമായി തന്നെ ഇവർ SDPI-യുമായിട്ടുള്ള ഒരു അന്തർധാര അത് CPM LDF-ന് ഉണ്ട്. അത് തുടരുന്നത് യാതൊരുവിധ തെറ്റും ഇല്ല എന്നുള്ളതാണ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് പരസ്യമായി അല്ലെങ്കിൽ പോലും രഹസ്യമായി മുന്നോട്ട് വെക്കുന്ന അജണ്ട. അതുകൊണ്ട് തന്നെയാണ് SDPI ഇങ്ങനെ പരസ്യമായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന CPM കൂട്ടുകെട്ട് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPM-നൊപ്പം നിൽക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് SDPI നേതൃത്വം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ തീവ്ര മതവർഗീയ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളാണ് SDPI. ആ അജണ്ട സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ്. ഇത്തരക്കാരുടെ വോട്ട് വാങ്ങി ഈ മതേതര കേരളത്തിൽ ജയിച്ചു കയറുന്നത് SDPയും അതുപോലെ UDF-ഉമാണ് എന്നുള്ളതാണ്. മതേതര സമൂഹം ഇത് കൃത്യമായി മനസ്സിലാക്കണം എന്നുള്ളത് കൂടിയാണ് പറയാനുള്ളത്. ഗൗതം. ഓക്കെ അനഘ, തുടരും. ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ഗോകുൽ രമേശ് കൂടി ഇപ്പോൾ ചേരുകയാണ്. കാരണം പത്തനംതിട്ട ജില്ലയിലാണ് ഈ കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്ത് വരുന്നത്. ഗോകുൽ, ഈ SDPI നേതാക്കന്മാർ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് കോട്ടാങ്ങൽ മാതൃകയിലുള്ള സഖ്യം അത് വേണമെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആകാം എന്നുള്ളതാണ്. അതായത് CPM-ഉം അതോടൊപ്പം തന്നെ ഇസ്ലാമിക ഭീകര സംഘടനയായിട്ടുള്ള SDPI-യുമായിട്ടുള്ള സഖ്യം അത് വീണ്ടും പുറത്തേക്ക് വരികയാണ്. കോട്ടാങ്ങൽ മാതൃകയിലുള്ള പിന്തുണ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വേണമെങ്കിൽ CPM-ന് നൽകും. ഒപ്പം 4 മാസങ്ങൾക്കപ്പുറം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPM-ന് പിന്തുണ നൽകാൻ തങ്ങൾ തയ്യാറെന്ന് തുറന്നു പറയുകയാണ് SDPI.
ഗൗതം, അതാണ് ബി ജെ പിയെ ചെറുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ തീവ്രവാദ ശക്തികളെ പോലും കൂട്ടുപിടിക്കാനായിട്ട് ഇടത് വലത് മുന്നണികൾ തയ്യാറാകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കോട്ടാങ്ങൽ പഞ്ചായത്തിൽ 2020 തുടങ്ങിയതാണ് ഈ പ്രവണത. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് ബി ജെ പി ആ പഞ്ചായത്തിലുണ്ടായിരുന്നെങ്കിലും ബി ജെ പിയുടെ അധികാരം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് CPM എസ് ഡി പി ഐയുമായി ചേർന്നുകൊണ്ട് LDF എസ് ഡി പി ഐയുമായി ചേർന്നുകൊണ്ടുള്ളൊരു കൂട്ടുകക്ഷി ഭരണം അവിടെ വരികയും ബി ജെ പിയെ ഭരണത്തിൽ നിന്നും മനഃപൂർവ്വമായിട്ട് മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ രീതിയിലൊരു നീചമായിട്ടുള്ള ശ്രമം ഈ ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നും വരികയും ചെയ്യുന്നു. പ്രധാനമായിട്ടും വർഗീയ ശക്തികൾക്കെതിരെ പോരാടുന്നവരെന്നൊക്കെ സദാസമയവും ഇത്തരത്തിൽ വലിയ മുദ്രാവാക്യങ്ങളൊക്കെ മുഴക്കുന്ന മുന്നണിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഈ രീതിയിൽ ഈ വർഗീയ ശക്തിയായിട്ടുള്ള SDPIയുടെ തീവ്രവാദ ശക്തിയായിട്ടുള്ള SDPIയുടെ പിന്തുണയോടുകൂടി ഭരണത്തിലേറുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവരുടെ ഈ അവകാശവാദങ്ങളും ഇവരുടെ പ്രഖ്യാപനങ്ങളും ഒക്കെ വെറും പൊള്ളയാണെന്നുള്ള കാര്യം അത് അവരുടെ ചെയ്തിയിൽ അത്തരത്തിൽ വരുന്നില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ ജനങ്ങൾക്ക് വ്യക്തമായിരുന്ന ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ തവണ CPM CPI സഖ്യത്തിന്, അതായത് LDF സഖ്യത്തിന് 5 സീറ്റും ബി ജെ പിക്ക് 5 സീറ്റുമായിരുന്നു കോട്ടാങ്ങൽ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്. SDPIക്ക് 1 സീറ്റാണ് ഉണ്ടായിരുന്നത്. ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു SDPI സീറ്റ് കൂടി LDFനൊപ്പം ചേർന്നുകൊണ്ട് LDFന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ അങ്ങനെ ആ LDF ഇടതു മുന്നണി SDPIയോടൊപ്പം ചേർന്നുകൊണ്ട് കോട്ടാങ്ങലിൽ അധികാരത്തിൽ നിന്നും ബി ജെ പിയെ മാറ്റി നിർത്തി അവർ അധികാരത്തിൽ വരുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. എന്തായാലും ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആ കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട്, ആ വികാരം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടതു മുന്നണിയെ, പ്രത്യേകിച്ച് CPMനെ പാടെ അവിടെ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു കാഴ്ച കാണുവാനായിട്ട് സാധിക്കുന്നു. കഴിഞ്ഞ തവണ 5 സീറ്റിൽ LDF മുന്നണിക്ക് ജയിക്കാനായെങ്കിൽ ഇക്കുറി കോട്ടാങ്ങൽ പഞ്ചായത്തിൽ കേവലം ഒരേ ഒരു സീറ്റിൽ മാത്രമാണ് ഇടതു മുന്നണിക്ക് ജയിക്കുവാനായിട്ട് സാധിച്ചിരുന്നത്. ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് കഴിഞ്ഞ തവണ സ്വീകരിച്ച ആ മാർഗം അത് ജനങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടതു മുന്നണിക്ക് കൃത്യമായിട്ട് മറുപടി കൊടുക്കാനായിട്ട് കോട്ടാങ്ങൽ പഞ്ചായത്തിൽ ഇക്കുറി ജനങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു. ഇടതു മുന്നണിയെ പൂർണ്ണമായിട്ടും പഞ്ചായത്തിൽ നിന്നും ഒഴിവാക്കി നിർത്തുന്ന, അകറ്റി നിർത്തുന്ന ഒരു സമീപനം അവിടുത്തെ ജനങ്ങൾ എന്തായാലും ഇക്കുറി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ജനങ്ങളെ വിഡ്ഢിയാക്കാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിലപാടുകൾ കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട്. അവർ അതിനനുസരിച്ച് കൃത്യമായിട്ട് മറുപടി ഇടതു മുന്നണിക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, പത്തനംതിട്ട നഗരസഭയിലും സമാനമായിട്ടുള്ള സാഹചര്യം തന്നെയായിരുന്നു. അതായത് ഇടതു മുന്നണി SDPIയോട് ചേർന്നുകൊണ്ട് തന്നെയായിരുന്നു നഗരസഭയിലെ ഭരണവും 2020 മുതൽ കൈയാളി വന്നിരുന്നത്. ഈ കുറി അതിനും ജനങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 3 സിറ്റിംഗ് സീറ്റുകൾ SDPIയുടെ നഗരസഭയിൽ ഉണ്ടായിരുന്നത് ഇക്കുറി ജനങ്ങൾ അത് തൂത്തെറിയുകയാണ് ഉണ്ടായത്. 3 സിറ്റിംഗ് സീറ്റുകളിൽ വലിയ കനത്ത പരാജയം ഈ SDPIക്ക് നേരിടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യവും വന്നിട്ടുണ്ട്. ആ രീതിയിലുള്ള ഒരു അവിഹിത കൂട്ടുകെട്ടിന് ഇക്കുറി കോട്ടാങ്ങലും അല്ലെങ്കിൽ പത്തനംതിട്ടയിലും ഉണ്ടാകാനായിട്ട് ജനങ്ങൾ വഴിയൊരുക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറെ ശ്രദ്ധേയമായിട്ട് നോക്കിക്കാണേണ്ട ഒരു കാര്യം. അതേസമയം തന്നെയാണ് ഇത്തരത്തിൽ കോഴിക്കോട് പോലെയുള്ള മറ്റ് സ്ഥലങ്ങളിലും സമാനമായിട്ടുള്ള കൂട്ടുകെട്ടിലേക്ക് അല്ലെങ്കിൽ BJPയുടെ വളർച്ചയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള കൂട്ടുകെട്ടുകൾ, കോട്ടാങ്ങൽ മാതൃകയിലുള്ള കൂട്ടുകെട്ടുകൾക്ക് ശ്രമിക്കുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വരികയും ചെയ്യുന്നത് എന്തായാലും നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു നിലപാടായിട്ട് മാത്രമേ ഇതിനെയൊക്കെ കണക്കാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ജനങ്ങൾ ഈ രീതിയിലുള്ള പാർട്ടികളെ അല്ലെങ്കിൽ ഇടതു വലതു മുന്നണികളെ കൃത്യമായിട്ട് അവരുടെ കാപട്യ നിലപാടുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സംവിധാനം വിനിയോഗിക്കുന്നു. പക്ഷേ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഈ രീതിയിൽ തീവ്രവാദ ശക്തികളോട് കൂട്ടുചേർന്നുകൊണ്ട് ഭരണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ നിലപാട് സ്വീകരിക്കാനായിട്ട് ഇടതു വലതു മുന്നണികൾ ഒരുങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എന്തായാലും ഇവിടെ ശ്രദ്ധേയം. എന്തായാലും ഈ നിലപാടുകളൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിധ്വംസക നിലപാടുകളൊക്കെ കൃത്യമായിട്ട് പൊതുജന സമൂഹം മനസ്സിലാക്കുന്നുണ്ട്. അതിന് അവർ കൃത്യമായിട്ട് മറുപടി നൽകുകയും ചെയ്യുമെന്നുള്ള കാര്യമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയുവാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ ഗോകുൽ തുടരും. ഇപ്പോൾ അരുൺ ആലത്തൂർ കൂടി പാലക്കാട് നിന്ന് ചേരുകയാണ്. അരുൺ, ഈ പത്തനംതിട്ടയിൽ നിന്നും ഗോകുലും നേരത്തെ കോഴിക്കോട് നിന്ന് അനഘയും സൂചിപ്പിച്ച ഒരു വിഷയം എന്നത് ഈ ഭീകര സംഘടന SDPI CPM സഖ്യം സംബന്ധിച്ചാണ്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അടുത്ത കാലത്ത് കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലൊക്കെ നമ്മളിത് പ്രകടമായി കാണുന്നുണ്ട്. ഈ രണ്ട് മുന്നണികളും ഭീകരശക്തികളുടെ വോട്ട് മേടിക്കുന്നുണ്ട്. പാലക്കാട്ടേക്ക് എത്തുമ്പോൾ അവിടെ വെൽഫെയർ പാർട്ടിയുടെ സ്വാധീനമുള്ള പോക്കറ്റുകളിൽ ഈ രണ്ട് മുന്നണികളും വെൽഫെയറുമായി ബാന്ധവം ഉണ്ടാക്കിയെന്ന് വേണ്ടേ മനസ്സിലാക്കാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ചില കണക്കുകൾ പരിശോധിക്കുമ്പോൾ? ഗൗതം, പാലക്കാട് നഗരസഭയിൽ ഈ വെൽഫെയർ പാർട്ടിയും അതുപോലെ തന്നെ SDPIയും ഒക്കെ കോൺഗ്രസിന് വലിയ പിന്തുണ നൽകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച സമയത്ത് ആദ്യം അവിടെ ആഹ്ലാദ പ്രകടനവുമായി എത്തിയത് SDPIയുടെ പ്രവർത്തകരായിരുന്നു. ഏതായാലും ഈ കഴിഞ്ഞ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും സമാന രീതിയിൽ തന്നെയായിരുന്നു. നഗരസഭയിൽ കോൺഗ്രസ് ഈ തീവ്രവാദ ശക്തികളുടെ വോട്ട് നേടി BJP ഭരണത്തെ അട്ടിമറിക്കുക എന്നുള്ളൊരു ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയായിരുന്നു. പ്രത്യേകിച്ച് ഈ വോട്ട് നില പരിശോധിക്കുമ്പോൾ, പോൾ ചെയ്ത വോട്ടും ഈ മുന്നണികൾക്ക് ലഭിച്ച വോട്ടുകളും ഒക്കെ പരിശോധിക്കുമ്പോൾ പല വാർഡുകളിലും
പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ ഏരിയകളിലൊക്കെ ഈ വെൽഫെയർ പാർട്ടി അതുപോലെ തന്നെ ഈ SDPIക്കൊക്കെ സ്വാധീനമുള്ള മേഖലകളിൽ അവിടെ കൃത്യമായിട്ട് വോട്ടുകൾ BJPക്ക് എതിരായിട്ട് പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കണക്കുകൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ പാലക്കാട് പട്ടാമ്പി നഗരസഭയിൽ LDFന്റെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് 0 വോട്ട് ലഭിച്ചിട്ടുണ്ട്. മോതിരം ചിഹ്നത്തിൽ മത്സരിച്ച ഡിവിഷൻ 12-ലെ അബ്ദുൾ കരീമിനാണ് 0 വോട്ട് ലഭിച്ചത്. വെൽഫെയർ പാർട്ടി പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി സാജിദ് KPക്ക് LDF വോട്ട് നൽകിയെന്നാണ് ഇവിടെ പ്രധാനമായിട്ടും ആക്ഷേപം ഉയരുന്നത്. അതായത് UDFലെ മുസ്ലിം ലീഗിലെ സ്ഥാനാർത്ഥി TP ഉസ്മാനാണ് ഇവിടെ ജയിച്ചത്. പക്ഷേ വോട്ടെടുപ്പ് ദിനത്തിൽ ലീഗ് വെൽഫെയർ പാർട്ടി പ്രവർത്തകർ തമ്മിൽ അവിടെ തർക്കമുണ്ടായിരുന്നു. അതേ തുടർന്ന് കഴിഞ്ഞ തവണ LDF ജയിച്ച പട്ടാമ്പി നഗരസഭയിൽ ഭരണം UDF തിരിച്ചു പിടിച്ചുവെങ്കിലും ഈ മേഖലയിൽ കൃത്യമായിട്ട് LDFന്റെ വോട്ടുകൾ ഒന്നും ലഭിക്കാതെ ആ വോട്ട് മുഴുവൻ കൃത്യമായിട്ട് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി LDF മറിച്ചു നൽകുകയാണ്. അതായത് എത്രത്തോളം ഈ വോട്ട് നൽകുന്നതിൽ പോലും ഈ തീവ്രവാദ ശക്തികളെ എങ്ങനെയാണ് ഇടതുപക്ഷം പിന്തുണയ്ക്കുന്നത് എന്നുള്ളതിന് ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ 0 വോട്ട് LDF സ്ഥാനാർത്ഥി. അതായത് സ്വന്തം നിലയിൽ നിർത്തിയ സ്ഥാനാർത്ഥിക്ക് 0 വോട്ട് നൽകിക്കൊണ്ട് ബാക്കി മുഴുവൻ വോട്ടുകളും വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് മറിക്കുന്ന ഒരു സ്ഥിതിയാണ് പട്ടാമ്പിയിൽ കാണാൻ കഴിഞ്ഞത്. അതേസമയം തന്നെ മണ്ണാർക്കാട്ടേക്ക് വരുമ്പോൾ മണ്ണാർക്കാട് 1 വോട്ടാണ് LDFന്റെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരിക്കുന്നത്. മണ്ണാർക്കാട് നഗരസഭയിൽ LDF സ്ഥാനാർത്ഥിയായ TV ചിഹ്നത്തിൽ 1-ാം വാർഡ് കുണ്ടിപ്പുഴയിൽ മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി ഫിറോസ് ഖാനാണ് അവിടെ 1 വോട്ട് മാത്രം ലഭിച്ചത്. UDFലെ മുസ്ലിം ലീഗിലെയും സ്ഥാനാർത്ഥി KC അബ്ദുൾ റഹ്മാൻ അവിടെ വിജയിക്കുകയുണ്ടായി. പക്ഷേ വാർഡിലെ വെൽഫെയർ പാർട്ടിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി സിദ്ദിഖ് കുണ്ടിപ്പുഴയ്ക്ക് 179 വോട്ടും സ്വതന്ത്രന് 65 വോട്ടും ഉൾപ്പെടെ അവിടെ ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ആ വാർഡിൽ LDF വെൽഫെയർ പാർട്ടി ധാരണ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ പ്രദേശത്ത് ഈ മണ്ണാർക്കാട്ടേക്ക് വരുമ്പോൾ മണ്ണാർക്കാട്ടിലെ ഈ പ്രസ്തുത വാർഡിൽ ഏകദേശം 10ഓളം CPMന്റെ ബ്രാഞ്ചിന്റെയും മറ്റും ചുമതലയുള്ള നേതാക്കൾ ഉൾപ്പെടെ ഈ വാർഡിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബ്രാഞ്ചിൽ ചുമതലയുള്ള നേതാക്കൾ പോലും അവരുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യാതെ കൃത്യമായി വെൽഫെയർ പാർട്ടിക്ക് വോട്ട് മറിച്ച് നൽകുകയാണ് അവിടെ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അവിടെ സ്ഥാനാർത്ഥിക്ക് 1 വോട്ട് ലഭിച്ചതിൽ നിന്ന് വ്യക്തമാവുന്നത് എന്നുള്ളതാണ്. ഏതായാലും കൃത്യമായിട്ട് തന്നെ ഈ LDFും അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയും തമ്മിലുള്ള ധാരണകൾ ഈ രണ്ടിടത്തെയും സ്വന്തം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് ഒരിടത്ത് 0 വോട്ടും മറ്റൊരിടത്ത് 1 വോട്ടും ലഭിച്ചതിലൂടെ തന്നെ കൃത്യമായിട്ട് ഈ തീവ്രവാദ ശക്തികളെ പിന്തുണയ്ക്കുന്നതിന് LDF പ്രത്യക്ഷത്തിൽ, അതായത് തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും LDF ഈ ജമാഅത്തെ ഇസ്ലാമിയെയും SDPIക്ക് എതിരെയൊക്കെ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ ഒരു കണ്ണിൽ പൊടിയിടുന്ന പുകമറ സൃഷ്ടിക്കൽ മാത്രമായിരുന്നു. അതിനപ്പുറം അവർ ഇപ്പോഴും ആ തീവ്രവാദ ശക്തികളുടെ വോട്ടിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പലതരത്തിൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ രണ്ട് സ്ഥലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത് അരുൺ, അത് തന്നെയാണ്. അതായത് ഈ സംസ്ഥാനത്തെ പല വെൽഫെയർ പാർട്ടിയുടെയും SDPIയുടെയും ഒക്കെ സ്വാധീനമുള്ള സ്ഥലങ്ങളിലെ വോട്ട് വിഹിതം പരിശോധിക്കുന്ന ഘട്ടത്തിൽ ഇവരുടെ വോട്ടുകൾ കൃത്യമായിട്ട് തന്നെ ഈ ഇടത് വലത് മുന്നണികൾക്ക് പോയിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടിനോ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിക്കോ ജയമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് ഇടതുമുന്നണിയുടെയോ വലതുമുന്നണിയുടെയോ വോട്ടുകൾ കൃത്യമായി അവരുടെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടാത്ത പശ്ചാത്തലമുണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമാണ് അവിടെ ഈ ഭീകരശക്തികളുമായി വോട്ട് കച്ചവടം ഈ രണ്ട് മുന്നണികളും നടത്തി എന്നത് വ്യക്തമാവുകയാണ്. അനഘ കോഴിക്കോട് നിന്ന് തുടരുന്നുണ്ട്. അനഘ, ഈ SDPIയെ സംബന്ധിച്ചിടത്തോളം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ തിരിച്ചടി കൂടിയാണ് ഉണ്ടായത്. കാരണം ഇത്തവണ ചില മുനിസിപ്പാലിറ്റികൾ പിടിച്ചെടുക്കും എന്ന പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അവർക്ക് ഏറ്റവും സ്വാധീനമുള്ള ഈരാറ്റുപേട്ട നഗരസഭ പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ മുഖ്യ പ്രതിപക്ഷമോ ആകും എന്ന പ്രഖ്യാപനമൊക്കെ SDPIയുടെ നേതാക്കൾ നടത്തിയതാണ്. പക്ഷേ അവിടെ പോലും അവർക്ക് കാര്യമായ ഒരു സ്വാധീനവും ഉണ്ടായിട്ടില്ല. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൽ നിർണായക ശക്തിയാകുമെന്ന് പറഞ്ഞു, അതുണ്ടായിട്ടില്ല. അപ്പോൾ SDPIക്ക് ആകത്തുകയായി വലിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇടത് സഖ്യം എന്ന നിലയിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാകൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്? തീർച്ചയായും ഗൗതം, കഴിഞ്ഞ തവണ 103 സീറ്റാണ് SDPIക്ക് പല ഇടങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്നെങ്കിൽ ഇത്തവണ അത് 102ആയി കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മഞ്ചേശ്വരം, ഈരാറ്റുപേട്ട തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ തങ്ങളുടെ ശക്തി കേന്ദ്രമാണ് എന്ന് പറയുകയും അവിടെ കൃത്യമായി തന്നെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നായിരുന്നു SDPI നേതൃത്വത്തിന്റെ വാദം. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ശക്തി കേന്ദ്രങ്ങളിൽ പോലും കൃത്യമായിട്ടുള്ള ഒരു മുന്നിലേക്ക് കടന്നു പോകാൻ SDPIക്ക് കഴിഞ്ഞിട്ടില്ല. വോട്ട് വിഹിതം കൃത്യമായി തന്നെ കുറയുകയാണ് ഉണ്ടായത്
ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ SDP നേതൃത്വം മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കേരളത്തിലെ 16 ഇടങ്ങളിൽ, ഈ 16 ഇടങ്ങളിൽ ഇടത് വലത് മുന്നണികൾക്ക് കൃത്യമായി മുൻതൂക്കം, അതായത് ഭരിക്കാൻ സാധിക്കില്ല. ഈ ഘട്ടത്തിൽ SDP പിന്തുണയോടെ മാത്രമേ 16 ഇടങ്ങളിൽ UDF-നോ അതുപോലെ തന്നെ LDF-നോ ഭരിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഭരണം നിയന്ത്രിക്കുന്ന തരങ്ങളിലേക്ക് തങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ച് ഭരിക്കേണ്ട ഒരു സാഹചര്യം ഇടത് വലത് മുന്നണികൾക്ക് ഉണ്ടാകുന്നുണ്ട്. അത് തങ്ങളുടെ നേട്ടമായി തന്നെയാണ് SDP നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളതാണ്. അതായത് തങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് SDP സംബന്ധിച്ച് അവർ ഏറ്റവും അധികം എതിർക്കുന്നത് മുസ്ലിം ലീഗിനെ തന്നെയാണ്. കാരണം മുസ്ലിം ലീഗ് മത്സരിക്കുന്ന വാർഡുകളിലാണ് SDP-ക്ക് കൃത്യമായൊരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കാതെ പോകുന്നത്. അതായത് SDP-ക്ക്